സെക്കുലറായ ഒരു രാഷ്ട്രമായിട്ടായിരുന്നു പ്രവർത്തിച്ചു വന്നത്. അവിടെ മതമൗലിക ശക്തികൾക്ക് വലിയ തോതിൽ ഇടപെടാൻ അവസരമുണ്ടാക്കി കൊടുത്തു. അതിനുശേഷം മതമൗലിക ശക്തികൾ അവിടെ അഴിഞ്ഞാടുന്ന സ്ഥിതിയും മറ്റ് പലയിടങ്ങളിലും ഇടപെടുന്ന സ്ഥിതിയുമുണ്ടായി. സിറിയയിലെ അസദ് ഗവൺമെൻറ് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വന്ന ഗവൺമെൻറ്, പക്ഷേ അമേരിക്കൻ സാമ്രാജ്യത്തോടൊപ്പമല്ല. ആ ഒറ്റ കാരണത്തിനാണ് അവിടെ ഇടപെടുന്ന സ്ഥിതിയുണ്ടായത്. ഇപ്പോൾ കത്തി നിൽക്കുന്ന വിഷയം ഇറാനാണല്ലോ. ഇറാനിൽ നേരത്തെ അമേരിക്കയുടെ ഇടപെടലുണ്ടായി. ആ ഇടപെടലിലൂടെ അവിടെ അമേരിക്കയുടെ പാവയായ, അമേരിക്കക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഷായെ ഭരണാധികാരിയായി അവർ വെച്ചു. ഷായുടെ ഭരണം ഇറാനിലാകെ കടുത്ത അതൃപ്തിയാണ് വളർത്തിയത്. ഇറാൻ ജനങ്ങളാകെ അതിനെതിരായി. അങ്ങനെയാണ് 1979 ഷായെ ഇറക്കി ഇറാനിൽ പുതിയ ഭരണവ്യവസ്ഥ നിലവിൽ. അത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് രുചിക്കാത്ത ഒന്നായിരുന്നു. കാരണം അവരുടെ അമേരിക്കയുടെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിച്ചു പോന്ന ഷാ ഗവൺമെൻറ് അത് താഴെ ഇറങ്ങുന്നത് അമേരിക്കക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അന്ന് തുടങ്ങിയതാണ് ഇറാനെതിരെയുള്ള അമേരിക്കയുടെ നീക്കങ്ങൾ. അത് പല രീതിയിൽ പ്രയോഗിച്ചു. നേരത്തെ 2 ആഴ്ചക്കാലം നീണ്ടുനിന്ന ഒരു യുദ്ധം അമേരിക്കൻ പിന്തുണയോടെ ഇസ്രയേൽ അവിടെ നടത്തി. അന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടത് ഇറാൻ്റെ കയ്യിലുള്ള എല്ലാ ആണവായുധ ശേഖരവും നശിപ്പിച്ചു എന്നാണ്. ഇപ്പോൾ വീണ്ടും ഇറാന് നേരെ ആക്രമണത്തിന് പുറപ്പെട്ടു. ഇറാന് നേരെ ആക്രമണത്തിന് പുറപ്പെട്ട സാഹചര്യം നാം നോക്കേണ്ടതായിട്ടുണ്ട്. നേരത്തെയുള്ള ആ യുദ്ധത്തെ തുടർന്ന് കാര്യങ്ങൾ സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒമാൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ചർച്ച നടക്കുകയാണ്. ഒരു ഭാഗത്ത് ഇറാൻ, മറ്റൊരു ഭാഗത്ത് ഇസ്രയേലും അമേരിക്കയും. ഒമാൻ അതിന് മധ്യസ്ഥ രീതി. ആ ചർച്ച നല്ല രീതിയിൽ പുരോഗമിക്കുന്നു. ഒമാൻ്റെ അധികൃത വക്താവ് പരസ്യമായി ലോകത്തോട് പറഞ്ഞു, എല്ലാ കാര്യങ്ങളിലും തീരുമാനമാകാൻ പോകുന്നു. ആരോഗ്യകരമായ ചർച്ചയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാനും നാളുകൊണ്ട് നല്ല വാർത്ത എല്ലാവർക്കും കേൾക്കാനാകും. അത് പറഞ്ഞ് അധിക ദിവസം കഴിഞ്ഞില്ല, ഇറാന് നേരെ ആക്രമണം ആരംഭിച്ചു. അപ്പോൾ എന്താണ് അതിന് കാണിക്കുന്നത്? ഏതെങ്കിലും തരത്തിൽ പ്രകോപനം
ഇറാൻ്റെ ഭാഗത്തുണ്ടായതുകൊണ്ടാണോ ആക്രമണം? നേരത്തെ തീരുമാനിച്ച രീതിയിൽ ആക്രമണം നടത്തുകയാണ്. ഇവിടെ ഒരുതരം വന്യമൃഗനീതി അതാണ് നടപ്പാക്കുന്നത്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. വന്യമൃഗങ്ങൾ ചില മൃഗങ്ങൾ ഒരു കാടിൻ്റെ നിശ്ചിത ഏറിയുണ്ടെന്ന് പറയുന്നുണ്ട്. ആ ഏറിയയിൽ ഒരാളായിരിക്കും അധിപൻ, മറ്റാളുകൾക്ക് അവിടെ സ്ഥാനമില്ല. ഏതെങ്കിലും ഒരു അധിപൻ നേരത്തെ അവിടെ ഉണ്ടെങ്കിൽ മറ്റൊരാൾ അവിടെ കടന്നു വന്നാൽ അതുമായി പടമരുതി ആരാണോ ജയിക്കുന്നത് അയാളായിരിക്കും അധിപനായിട്ട് വരുന്നത്. അങ്ങനെയുള്ള പോരാട്ടത്തിൽ പരിക്കുപറ്റി പിൻവാങ്ങേണ്ടി വരുന്ന കടുവയാണ് ചില ഘട്ടത്തിൽ നാട്ടിൽ വന്നിറങ്ങുന്നത്. ഇപ്പോൾ പിടികൂടിയ കടുവ വലിയ പരിക്കുകളോടെ മരണപ്പെട്ടു എന്ന് കേൾക്കുന്നില്ലേ? ആ പരിക്ക് പിടികൂടുമ്പോൾ ഉണ്ടായതല്ല, നേരത്തെ അവർ തമ്മിലുള്ള യുദ്ധത്തിലുണ്ടായതാണ്. ഈ വന്യമൃഗനീതിയാണ് അമേരിക്ക കാട്ടിക്കൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ കയ്യിൽ ആയുധമുണ്ട്, തങ്ങൾക്ക് ആക്രമണശേഷിയുണ്ട്, അതുകൊണ്ട് ഞങ്ങളെന്ത് ചെയ്യും? ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ അമേരിക്കയുടെ കയ്യിലാണുള്ളത്. ആ ആണവായുധങ്ങൾ നല്ല രീതിയിൽ സൂക്ഷിച്ചിട്ടുള്ള അമേരിക്കയാണ് ഇറാൻ ആണവശക്തിയായി മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഭീതി വരുത്താൻ നോക്കുന്നത്. യഥാർത്ഥത്തിൽ ഇറാനിൽ പരിശോധിച്ച ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസി അത് തീർത്തും വസ്തുതാവിരുദ്ധമാണെന്ന് പറയുന്നു. ഒരു തരത്തിലുള്ള ആണവ ഭീഷണിയും ഇറാൻ്റെ ഭാഗത്തുണ്ടാകുന്നില്ല. ഈ പ്രചരണത്തിൽ പറയുന്ന കാര്യങ്ങൾ വസ്തുതയല്ല എന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികൾ തന്നെ അന്വേഷിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. പക്ഷേ അതൊന്നും കേൾക്കേണ്ട കാര്യം അമേരിക്കയ്ക്കില്ല. അമേരിക്ക തീരുമാനിക്കുന്നു, ആക്രമണം ആരംഭിക്കുന്നു. ആക്രമണം രീതി നോക്കൂ. ഒരു രാജ്യത്തിൻ്റെ പരമോന്നത പരമാധികാരി, അതാണ് അവിടെ ആയത്തുള്ള ഖുമൈനി. അദ്ദേഹത്തെ കുടുംബസമേതമാണ് കൊലപ്പെടുത്തുന്നത്. ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രമര്യാദക്ക് ചേർന്നല്ലോ, അങ്ങേയറ്റം അപലപനീയമായ കാര്യമാണ്. ലോക പൊതുജനാഭിപ്രായം അമേരിക്കക്ക് അനുകൂലമായിട്ടുണ്ടോ? ഈ ആക്രമണത്തിൻ്റെ അവസ്ഥയൊന്ന് പരിശോധിച്ച് നോക്കൂ. നേരത്തെ ഇറാഖിനെതിരെയും സദാം ഹുസൈനെതിരെയും ആക്ഷേപങ്ങൾ ഉന്നയിച്ച് ആക്രമണം നടത്തുമ്പോൾ അമേരിക്കയുടെ കൂടെ ഏതാനും സഖ്യരാഷ്ട്രങ്ങളുണ്ടായിരുന്നു. നേറ്റോ കൂടെയുണ്ടായിരുന്നു. ഇപ്പം ആരാണുള്ളത്? ഏതെങ്കിലും പ്രധാനപ്പെട്ട സഖ്യരാഷ്ട്രങ്ങൾ അമേരിക്കയുടെ കൂടെ ഉണ്ടായോ? നേറ്റോ പൂർണ്ണമായിട്ട് അമേരിക്കയുടെ കൂടെയുണ്ടോ? വിവിധ രാഷ്ട്രങ്ങൾ ശക്തമായ വ്യത്യസ്ത അഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞില്ലേ? അമേരിക്കയിൽ തന്നെ ശക്തമായ പൊതുജനാഭിപ്രായം ഇതിനെതിരെ ഉയർന്നു വരികയല്ലേ? ഇതൊന്നും
ലോകത്ത് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കും എന്ന നിലയാണല്ലോ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് സ്വീകരിച്ചു വരുന്നത്. പ്രായത്തുള്ള ഖൊമേനി കൊല ചെയ്യപ്പെട്ടു. അനന്തരാവകാശിയായി ആര് വന്നാലും അദ്ദേഹത്തെയും കൊലപ്പെടുത്തും എന്ന് പറയുന്ന ഇസ്രയേലിനെ നാം കാണുകയാണല്ലോ. ഇസ്രയേലിന് എങ്ങനെയാണ് അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നത്? എന്ത് ചെയ്താലും അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്ന് ഇസ്രയേലിന് ഉറപ്പുണ്ട്. അതുകൊണ്ടാണല്ലോ ലോക പൊതുജനാഭിപ്രായം തള്ളിക്കൊണ്ട് നിലപാട് ഇസ്രയേൽ സ്വീകരിക്കുന്നത്. ലോകത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രങ്ങളും ഐക്യരാഷ്ട്രസഭാ വേദിയിൽ വെച്ച് ഇസ്രയേലിനെ വിമർശിക്കാൻ തയ്യാറായില്ലേ? നിലപാടിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? അപ്പോൾ ലോകത്തിൻ്റെ സമാധാനം തകർക്കുന്ന നിലപാടാണ് അമേരിക്കൻ സാമ്രാജ്യത്വം ബോധപൂർവം സൃഷ്ടിക്കുന്നത്. അവരുടെ പിന്തുണയുള്ളതുകൊണ്ടാണ് ഇസ്രയേലിന് ഈ രീതിയിൽ ഇടപെടാനും കഴിയുന്നത്. എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത്? അമേരിക്കക്ക് അവരുടെ താല്പര്യമാണ് പ്രധാനം. അതിലൊരു ഭാഗം ലോകത്തിലെ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാഷ്ട്രങ്ങളുണ്ട്. ആകെ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയുടെ പകുതിയിൽ കൂടുതൽ തങ്ങളുടെ നിയന്ത്രണത്തിലാകണം എന്നാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാഷ്ട്രം വെനിസ്വേലയാണ്. വെനിസ്വേലയിൽ ഓർമ്മയില്ലേ ഇപ്പോൾ അടുത്ത കാലത്ത് നടന്നത്? എന്താണ് അവിടെ കടപ്പറ ചവിട്ടിപ്പൊളിച്ച് പ്രസിഡന്റിനെയും ഭാര്യയെയും തട്ടിക്കൊണ്ടുപോകാൻ ഇടയാക്കിയത്? എന്ത് ന്യായമാണ് അതിനുള്ളത്? ഏതെങ്കിലും രാജ്യത്ത് സംഭവിക്കാൻ പാടുള്ളതാണ്? എത്ര വലിയ ക്രിമിനൽ കുറ്റമാണ്! ആ ക്രിമിനൽ കുറ്റം ഒരു സങ്കോചവുമില്ലാതെയല്ലേ ചെയ്യുന്നത്? തങ്ങൾ എന്ത് ചെയ്യും എന്ന ധിക്കാരപൂർണമായ സമീപനമല്ലേ അത്? പച്ചയായി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയല്ലേ. ട്രംപ് ഒരു പ്രത്യേക മാനസികാവസ്ഥക്കാരനാണല്ലോ. എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു ഭരണാധികാരിക്ക് പെരുമാറാൻ കഴിയുന്നത്? ഒരു രാഷ്ട്രത്തിൻ്റെ, അതും അമേരിക്കയിൽ പോലും ഒരു രാഷ്ട്രത്തിൻ്റെ തലവനല്ലേ അദ്ദേഹം. എത്ര നീതിരഹിതമായി നിയമവിരുദ്ധമായി ഇടപെടുകയാണ്. ഒരു രാഷ്ട്രമര്യാദയും പാലിക്കാൻ സന്നദ്ധനല്ല എന്നല്ലേ കാണിക്കുന്നത്. ആകെ കാരണം ആ എണ്ണ കൈവശപ്പെടുത്തലാണല്ലോ. തങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന വെനിസ്വേലയുടെ എണ്ണയിൽ കണ്ടുവച്ചാണ് ആ കളി കളിച്ചത്. രണ്ടാമത്തെ രാഷ്ട്രം സൗദി അറേബ്യയാണ്. അത് അമേരിക്കൻ സാമ്രാജ്യത്വത്തോടൊപ്പം നിൽക്കുന്നതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളില്ല. ലോകത്ത് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതിൽ മൂന്നാമത്തെ രാഷ്ട്രമായി നിൽക്കുന്നത് ഇറാനാണ്. ഇറാൻ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കാൻ തയ്യാറല്ല. അമേരിക്കക്ക് വിധേയനായി നിൽക്കാൻ അവിടെ തയ്യാറാകുന്നില്ല. അപ്പോൾ ഇറാനെ അസ്ഥിരപ്പെടുത്തുക, അത് എണ്ണയിൽ കണ്ണുനട്ടുകൊണ്ട് തന്നെയാണ്. ഇത്തരത്തിലൊരു നിലപാടാണ്
അമേരിക്ക സ്വീകരിച്ചത് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ നാം ആലോചിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ രാഷ്ട്രം സ്വീകരിക്കുന്ന നിലപാട്, നമ്മുടെ രാഷ്ട്രം വലിയ തോതിൽ ഇതുപോലുള്ള കാര്യങ്ങളിൽ ശരിയായ നിലപാട് സ്വീകരിച്ച ഒരു രാഷ്ട്രമാണ് പഴയ കാലം തൊട്ട്. അമേരിക്ക ഇറാൻ്റെ കാര്യത്തിൽ പറയുന്ന ചില വിദണ്ഡവാദങ്ങളുണ്ട്. അതിലൊന്ന്, ഇറാനിൽ ജനാധിപത്യ വ്യവസ്ഥ ശരിയായ രീതിയിലില്ല എന്നാണ്. എന്തൊരു ന്യായമാണത്! ജനാധിപത്യ വ്യവസ്ഥ ശരിയായ രീതിയിൽ ഉള്ളതും തകർത്ത് അവിടുത്തെ ജനാധിപത്യ രീതിയെ മാറ്റി മതമൗലികവാദികൾക്ക് അവസരമുണ്ടാക്കി കൊടുത്ത രാഷ്ട്രമാണ് അമേരിക്ക. ഇപ്പോൾ അമേരിക്കയോടൊപ്പം നിൽക്കുന്ന ഒട്ടനേകം രാഷ്ട്രങ്ങളുണ്ടല്ലോ. ആ രാഷ്ട്രങ്ങളിലെല്ലാം ജനാധിപത്യ വ്യവസ്ഥയാണോ നിലനിൽക്കുന്നത്? അവിടെയൊക്കെ ആകാം, കാരണം അത് തങ്ങളുടെ കൂടെയാണ്. ഇവിടെ പറ്റില്ല. പിന്നെ ഇറാനിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല. സ്ത്രീ സ്വാതന്ത്ര്യം വളരെ പ്രധാനം തന്നെയാണ്. പക്ഷേ നാം പറയുന്ന രീതിയിൽ സ്ത്രീ സ്വാതന്ത്ര്യം അനുവദിക്കാത്ത, സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാത്ത എത്രയോ രാഷ്ട്രങ്ങൾ അമേരിക്കയുടെ ഒക്കെ ചങ്ങാതിമാരല്ലേ. അവർക്കതെല്ലാം ആകാം. അതുകൊണ്ട് അവർ തങ്ങളുടെ കൂടെയാണ്. നിങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ അതൊന്നുമല്ല പ്രശ്നം. അവരുടെ സംഭവ താല്പര്യം വെച്ച് എണ്ണ കൈവശപ്പെടുത്തുക, ലോകത്താകെ ഉൽപ്പാദിപ്പിക്കുന്നതിൽ പകുതിയിലധികം എണ്ണയുടെ നിയന്ത്രണം ഫലത്തിൽ തങ്ങളുടെ കയ്യിലുണ്ടാവണം. ആ ചിന്തയോടെയാണ് അമേരിക്കൻ സാമ്രാജ്യത്വം ഇത്തരം കളികൾ കളിക്കുന്നത്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പാരമ്പര്യം, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രമാണ് നമ്മുടെ. ഈ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ലോകത്തിനാകെ മാതൃകയാകത്തക്ക രീതിയിലുള്ള നിലപാടുകളാണ് സ്വീകരിച്ചിരുന്നത്. ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കൃത്യമായി സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചത്. ആ ഘട്ടം ലോകത്താകെ ഉയർന്നു വന്ന സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായി വിമോചനം നേടിയ രാഷ്ട്രങ്ങളുണ്ട്, മൂന്നാം ലോക രാഷ്ട്രങ്ങളുണ്ട്. ഈ രാഷ്ട്രങ്ങളുടെ എല്ലാം കൂടെ വലിയൊരു ശക്തിയായി ഇന്ത്യ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ ശബ്ദം ലോകവേദികളിൽ മുഴങ്ങിയിരുന്നു. അത് സാമ്രാജ്യത്വ വിരുദ്ധമായിരുന്നു. അത് മൂന്നാം ലോക രാജ്യങ്ങൾക്കൊപ്പമായിരുന്നു. പുതുതായി സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രങ്ങളുടെ അവകാശങ്ങൾക്കൊപ്പമായിരുന്നു. ചേരിചേരാ നയമാണ് പറഞ്ഞിരുന്നത്. ചേരിചേരാ നയത്തിൻ്റെ അന്തസത്ത സാമ്രാജ്യത്വ വിരോധമായിരുന്നു. ഇതായിരുന്നു നമ്മുടെ രാജ്യം സ്വീകരിച്ച നിലപാട്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടി സ്വാതന്ത്ര്യം നേടിയ രാജ്യത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന നിലപാട് തന്നെയാണ് ഇന്ത്യ തുറന്നു വന്നത്. പക്ഷേ കാലക്രമത്തിൽ മാറി. ആ മാറ്റം ഇപ്പോൾ മാത്രം വന്നതല്ല, കോൺഗ്രസിൻ്റെ കാലത്ത് തന്നെ മാറി. കോൺഗ്രസ് തന്നെ മാറ്റം വന്നു. നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ആഗോളവൽക്കരണ നയം അംഗീകരിക്കുക മാത്രമല്ല ചെയ്തത്, അതിൻ്റെ ഭാഗമായി അമേരിക്കൻ സാമ്രാജ്യത്വത്തോടുള്ള വിധേയത്വം കൂടാൻ തുടങ്ങി. ഇസ്രയേലിനോടുള്ള മനോഭാവത്തിൽ മാറ്റം വന്നു. അത് UPA കാലമായപ്പോൾ
ആണവ കരാറിലേക്കെത്തി. അതുമായി ബന്ധപ്പെട്ടുള്ള ഉടമ്പടി അമേരിക്കയുടെ ഒരു കീഴാളനാക്കി ഇന്ത്യയെ മാറ്റുന്ന രീതിയിലുള്ള ഉടമ്പടിയിലേക്ക് UPA കാലത്ത് കോൺഗ്രസ് തന്നെ നീങ്ങി. അതെല്ലാം കഴിഞ്ഞ് BJPയുടെ ഗവൺമെൻറ് അവർക്ക് നല്ലതുപോലെ ഈ നയം പഥ്യമാണ്, ഈ നയത്തിനോടൊപ്പമാണ്. ഇസ്രയേലിലെ സയോണിസ്റ്റുകളും ഇവിടുത്തെ RSSഉം ഇരട്ടപ്പറ്റ സഹോദരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇസ്രയേലിനെ പൂർണ്ണമായി അംഗീകരിക്കുന്നതിന് വന്നു. നമ്മൾ ഇവിടെ പല കാര്യങ്ങൾ കണ്ടു. ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ, ഗാസയിൽ അഴിച്ചുവിട്ട കൂട്ടക്കൊല, അപ്പോൾ പ്രതികരിക്കാത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി, ആ ഘട്ടത്തിൽ പോലും ഇസ്രയേലിനെ അനുകൂലിച്ചുകൊണ്ട് പ്രതികരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇതൊന്നും യാദൃശ്ചികമായി സംഭവിച്ചതല്ല. ആ സയോണിസ്റ്റ് RSS ആ ബന്ധത്തിൻ്റെ ഭാഗമായി വന്നു ചേർന്നാണ്. അതിൻ്റെ ഭാഗമായി ഇസ്രയേലിനെ പിന്താങ്ങുന്ന നിലയാണ്. ഇപ്പോൾ ലോകത്താകെ വലിയ തോതിൽ ആക്രമണത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഈ പറയുന്ന നെതന്യാഹുവിനെ കെട്ടിപ്പിടിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നാം കാണുന്നു. ലോകത്തിന് മുന്നിൽ നൽകുന്ന സന്ദേശം ഇന്ത്യ ഇസ്രയേലിനോടൊപ്പമാണ്. അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരെ അക്ഷരം സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. ഇത്രയെല്ലാം കൂട്ടക്കുരുതികൾ നടന്നിട്ട് അക്ഷരം അതിനെതിരെ സംസാരിച്ചു. എന്താണ് ഇറാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം? ചിരപുരാതനമായ ബന്ധമല്ലേ? ഇവിടെ പലരും ആര്യൻ ആ വംശമഹിമയെ പറ്റി പറയാറുണ്ടല്ലോ. ഈ പറയുന്ന വംശം എവിടുന്ന് വന്നതാ? അതിൻ്റെ പേര് തേടിപ്പോയാൽ ഇറാനിൻ്റെ അകത്ത് ഇറാനിൽ നിന്ന് കടന്നു വന്നവരാ. ഇവിടെ സഹസ്രാബ്ദങ്ങളായി നമ്മുടെ രാജ്യവും ഇറാനും തമ്മിലുള്ള വ്യാപാര ബന്ധമുണ്ട്. വളരെ ദൃഢമായ എണ്ണ കച്ചവടം ദീർഘകാലമായി നടക്കുന്നുണ്ട്. ഏറ്റവും അടുത്ത സുഹൃത്ത് രാഷ്ട്രമായിട്ടാണ് എല്ലാ കാലത്തും ഇറാൻ നിന്നിട്ടുള്ളത്. എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും ഇറാൻ ഇന്ത്യയോടൊപ്പമാണ് നിന്നിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ ഒരു ന്യായവുമില്ലാതെ അത്തരമൊരു രാഷ്ട്രത്തെ ആക്രമിക്കുക, ആ രാഷ്ട്രത്തിൻ്റെ പരമോന്നത പരമാധികാരിയെ കുടുംബസമേതം കൊലപ്പെടുത്തുക, അക്ഷരം അതിനെതിരെ സംസാരിക്കാൻ ഇന്ത്യയുടെ നാക്കനങ്ങിയോ? എന്തുകൊണ്ടാണ് അനങ്ങാൻ പറ്റാതിരുന്നത്? അമേരിക്കയുള്ള വിധേയത്വം കൊണ്ട്. ആരാണ് അപമാനിതരായത്? നാം, ഇന്ത്യക്കാർ, ഇന്ത്യയിലെ ജനങ്ങൾ. ആ ജനങ്ങളെയാകെ അപമാനിതരാക്കുന്ന നിലപാടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഗവൺമെൻറ്റും സ്വീകരിച്ചത്. അതല്ലേ വസ്തുത? ഇപ്പോൾ നമ്മുടെ ഇവിടെയൊരു സംയുക്ത സൈനികാഭ്യാസം നടന്നു. ആ സംയുക്ത സൈനികാഭ്യാസത്തിൽ പങ്കെടുക്കാൻ പല രാഷ്ട്രങ്ങളും വന്നു. അതിലൊന്ന് ഇറാനായിരുന്നു. അവർ അത് കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. ഒരു കപ്പൽ തിരിച്ചു പോകുന്നു. ആ കപ്പലിനെ നമ്മുടെ സമുദ്രത്തിൽ വെച്ച്, ശ്രീലങ്കക്കടുത്ത് വെച്ച് അമേരിക്ക ആക്രമിക്കുന്നു, അതിനെ നശിപ്പിക്കുന്നു. നിരവധി നാവികർ കൊല ചെയ്യപ്പെടുന്നു. അത്തരമൊരു കാര്യം നടന്നാൽ അതിനെങ്കിലും അപലപിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് സന്നദ്ധമാകണ്ടേ? ഈ രാജ്യത്തിൻ്റെ അതിഥികളായി വന്നവരാണല്ലോ അവർ. നമ്മുടെ അതിഥികളായിട്ട് വന്ന്
നമ്മുടെ കൂടെ പരിപാടിയിൽ പങ്കെടുത്ത് തിരിച്ചു പോകുന്നവർ ആക്രമിക്കപ്പെട്ടാൽ അത് ശരിയായില്ല എന്നെങ്കിലും പറയാൻ ഒരു രാജ്യമെന്ന നിലയ്ക്ക് ഇന്ത്യ തയ്യാറാവണ്ടേ? എന്തൊരു അപമാനകരമായ വിധേയത്വമാണെന്ന് നോക്കൂ. ശബ്ദിക്കാൻ തയ്യാറില്ല, അമേരിക്കക്കെതിരായി അനങ്ങാൻ തയ്യാറില്ല. അത്രമാത്രം വിധേയത്വം വന്നിരിക്കുന്നു. നമ്മുടെ രാജ്യം എങ്ങോട്ടേക്കാണ്? മഹത്തായ സാമ്രാജ്യത്വ വിരുദ്ധ പാരമ്പര്യമുള്ള ഒരു രാജ്യത്തെ സാമ്രാജ്യത്വത്തോടൊപ്പം കൂട്ടിക്കെട്ടുകയാണ്. സാമ്രാജ്യത്വത്തിന്, അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് അടിയറ വെക്കാനുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഗൗരവമായി കാണാൻ നമുക്കാവണം. ഇതിനെതിരെ അതിശക്തമായ പൊതുവികാരം ഉയർന്നു വരേണ്ടതുണ്ട്. എല്ലാവരും ഒരേ സ്വരത്തിൽ പ്രതികരിക്കേണ്ട ഘട്ടമാണിത്. എല്ലാ വിഭാഗവും അതിന് സന്നദ്ധമാവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ആകെ ശബ്ദം ഒന്നിച്ചുയരേണ്ട ഒരു ഘട്ടമാണിത്. അതിൽ മറ്റ് ഭേദചിന്തകളൊന്നുമില്ലാതെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഈ കടന്നാക്രമണ നിലപാടിനെ അംഗീകരിക്കാനാവില്ല നിലപാട് സ്വീകരിക്കണം. നമ്മുടെ രാഷ്ട്രം സ്വീകരിക്കുന്ന ഈ നിലപാട് തിരുത്തണം എന്നത് നമുക്കൊന്നിച്ച് ആവശ്യപ്പെടാനാകണം. രാഷ്ട്രത്തിന് ഒരു തരത്തിലും അംഗീകരിക്കാനാവാത്ത നിലപാട് ബോധപൂർവം ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിച്ചു പോവുകയാണ്. ഇക്കാര്യത്തിൽ നമുക്കെല്ലാവർക്കും ഒന്നിച്ചു നിൽക്കാൻ, ഒരേ രീതിയിൽ സംസാരിക്കാൻ, ഒരേ രീതിയിൽ വികാരം പ്രകടിപ്പിക്കാൻ കഴിയണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദം.